ഗുഡ് ഈവനിങ് ഡിയേഴ്സ്. കേൾക്കുന്നുണ്ടോ എന്നെ? ഈവനിങ് ലൈല മാം. ഗുഡ് ഈവനിങ് ഡിയർ. കേൾക്കുന്നുണ്ടല്ലേ? അപ്പോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖാണോ? എല്ലാവരും ഇന്ന് എന്തിനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്? അസ്മ മാം പറയൂ, എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. പോസിറ്റീവ് വൈബ്. അടിപൊളി. ഓക്കെ, ഇന്നത്തെ പോസ്റ്റർ എത്ര പേര് കണ്ടിട്ടുണ്ട്? പോസ്റ്ററിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആർ യു റെഡി ഫോർ എ ചേഞ്ച് അല്ലേ? അപ്പോ ഇവിടെ എത്തിയ എല്ലാവരും റെഡി ആണെന്ന് ഞാൻ വിശ്വസിക്കട്ടെ. നിങ്ങൾ റെഡിയാണോ? തയ്യാറാണോ? ഒരു ചേഞ്ച്, ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് റെഡിയാണോ? റെഡി ആണെങ്കിൽ ചാറ്റ് ബോക്സിൽ 6 എന്ന് ടൈപ്പ് ചെയ്തേ, നോക്കട്ടെ എത്ര പേര് ഇവിടെ റെഡി ഉണ്ടെന്ന്. താങ്ക് യു അൻസറ മാം. എത്ര പേര് റെഡി ഉണ്ട് ഇവിടെ? താങ്ക് യു. ഓക്കെ, നിങ്ങൾ റെഡിയാണ്, എനിക്കറിയാം. അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അല്ലേ? എത്ര നാളായി നിങ്ങളുടെ മനസ്സിൽ ഈ ഒരു ചിന്ത വന്നിട്ട്, എനിക്ക് മാറണം, മാറിയേ പറ്റൂ, ഒരു മാറ്റമൊക്കെ വേണം എന്ന് തോന്നിയിട്ട് ഇപ്പൊ എത്ര കാലമായിട്ടുണ്ടാവും? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ, സംസാരിക്കാം. നമുക്കൊരു ടു വേ പ്രോസസ്സാണ് ഇത്. എത്ര കാലമായിട്ടുണ്ടാവും നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നു, ഒരു മാറ്റമൊക്കെ വേണം? 1 ഇയർ. 1 ഇയർ ആയി. ഓക്കെ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ആ മാറ്റം നടക്കും. നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് കൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിയിരിക്കുന്നത് തന്നെ. കാരണം നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ചിന്ത ഉണ്ടല്ലോ, എനിക്ക് മാറണം. അതുകൊണ്ടാണ് നിങ്ങൾ ആക്ച്വലി ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. താങ്ക് യു സോ മച്ച് സീനത്ത് മാം. കുറേ നാളായല്ലേ കണ്ടിട്ട്. താങ്ക് യു സോ മച്ച്. പറ്റുന്നവരൊക്കെ ഇതേപോലെ ഒന്ന് ക്യാമറ ഓൺ ചെയ്തിട്ട് എനർജിയിൽ ഇരിക്കാട്ടോ. പിന്നെ നമ്മൾ മനസ്സിലാക്കാം, നമ്മളെ ജീവിതം ഉണ്ടല്ലോ ഒരു ECG മെഷീനിൽ നമ്മളെ ഗ്രാഫില്ലേ, ചിലപ്പോൾ അത് മേലോട്ട് പോവും, ചിലപ്പോൾ അത് താഴോട്ടും പോവും. സോ ഡോണ്ട് തിങ്ക് ലൈക്ക് 1 വർഷമായില്ലേ ഞാൻ ഈ മാറ്റമൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്, ഇനി എപ്പോഴാ? അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. എല്ലാവരും ആക്ച്വലി ഈ ഒരു ട്രാൻസിഷനിലൂടെ തന്നെയാണ് കടന്നു വന്നത്. ഓക്കെ, അപ്പോ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എന്താണ് മാറ്റം എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്നും ഒരു മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് മാറുക. യെസ്, നമ്മളെല്ലാരും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വൈബിലേക്ക് മാറുക അല്ലെ? അതെ, നമ്മളിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിലേക്ക് മാറുക. നൈസ്. അപ്പൊ മാറ്റം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇന്നത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു ഷിഫ്റ്റ് കൊണ്ടുവരണം, റൈറ്റ്? അപ്പൊ ചിലർക്കുണ്ടല്ലോ ഈ മാറ്റം സംഭവിക്കുക എപ്പാന്നറിയോ? കല്യാണം കഴിയുമ്പോ ഇല്ലേ മാറ്റം സംഭവിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ ഡിവോഴ്സ് ആകുമ്പോ മാറ്റം സംഭവിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലം മാറുന്നു, ഇല്ലെങ്കിൽ നമ്മളെ വീട് മാറുന്നു. ചിലർക്ക് അതൊക്കെ മേലെയാണ് കേട്ടോ. നമുക്ക് ഓർമ്മയുണ്ട്, എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അല്ലേ, നമ്മളുടെ കോവിഡിന്റെ സമയത്ത്. ആ കോവിഡിന്റെ സമയത്ത് നമ്മളെ ജീവിതം ഒരു ഒന്നൊന്നര മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടോ അതൊക്കെ? ഓർമ്മയുണ്ടോ? അങ്ങനെ ചിലർക്ക് ചെറിയൊരു ഇമോഷണൽ എന്തെങ്കിലും ഒരു ഇത് മതി അവരുടെ ജീവിതത്തിൽ പല മാറ്റങ്ങളും സംഭവിക്കാൻ. ചിലർക്ക് ഭയങ്കര ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുന്നത്. ചിലർക്കാണെങ്കിൽ ചെറിയ എന്താ പറയാ, ചെറിയ ചെറിയ കാര്യങ്ങൾ മതി. ചിലർക്ക് ചിലപ്പോൾ അവരുടെ പ്രായം കൂടുമ്പോഴും മാറ്റം വരും. അങ്ങനെ പല തരത്തിലുള്ള മാറ്റങ്ങളുണ്ട്. ഇപ്പോ എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അല്ല ഇപ്പോഴും ഉണ്ട്. അവളുടെ കല്യാണ ജീവിതം അവൾ വിചാരിച്ച മാതിരി ഒന്നും ആയിരുന്നില്ല. എന്ത് സംഭവിച്ചു എന്ന് വെച്ചാല്, എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കല്യാണം ആയപ്പോൾ അവൾ എന്ത് ചെയ്തു? അവള് ഡിവോഴ്സ് വാങ്ങി. ആ ഡിവോഴ്സ് വരെയുള്ള അവളുടെ ഒരു ജീവിതവും അതിനുശേഷമുള്ള അവളുടെ ജീവിതവും വ്യത്യാസമായിരുന്നു. അവൾ കുറച്ചുകൂടി അവളെ മനസ്സിലാക്കാൻ തുടങ്ങി, അവളുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങി. ഇന്ന് അവൾ എന്താ ചെയ്യണമെന്നറിയോ? ഇന്ന് ഇതേപോലെ വിഷമിക്കുന്ന കുറേ പേർക്ക് അവള് സാന്ത്വനമേകുന്നുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നത്.
ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബേസിക്കലി നമ്മൾ തന്നെ ഇതേപോലെ നമ്മൾ മാം പറഞ്ഞതുപോലെ 1 വർഷമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിക്കും. അങ്ങനെ നമുക്കായിട്ട് എങ്ങനെ ഒരു നല്ലൊരു മാറ്റം കൊണ്ടുവരാം എന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? റെഡി അല്ലേ? അപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ഈ മാറ്റത്തിന്റെ ഈ യാത്രയിൽ നമ്മൾ ആരും ഒറ്റക്കല്ല കേട്ടോ. എല്ലാവരും യാത്രയിൽ കൂടെ ഉണ്ട്. എല്ലാവരും നല്ലൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോവാൻ വിചാരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എപ്പോഴും വിചാരിക്കും എനിക്ക് ഈ മാറ്റം സംഭവിച്ചില്ലല്ലോ, എനിക്കൊന്നും എന്റെ ആ പറയൂ. വലൈക്കും അസ്സലാം. ഞാനിവിടെ ഉണ്ട് ട്ടോ. ഞാന് കുറച്ച് കഴിഞ്ഞൊരു വീഡിയോയില് വരാം. കുറച്ചായി വന്നിട്ട് ഇൻഷാ അള്ളാ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വാട്ട് ആൻ എനർജി. ഇടയ്ക്കിടയ്ക്ക് ഈ എനർജി ഒക്കെ നിങ്ങൾ തരണം കേട്ടോ. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ തിങ്. ഓക്കെ, നമ്മളിപ്പോ ഒരിക്കൽ നമ്മൾ വിചാരിക്കരുത് എനിക്ക് മാറ്റം കൊണ്ടുവരണമെന്നുണ്ട്, പക്ഷെ എൻ്റെ മുന്നിലൊന്നും കാണുന്നില്ല. എൻ്റെ ഒരു ലൈഫിന്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ ചെയ്യണ്ടേന്ന് എനിക്ക് അറിയില്ല. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലാവണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം എന്താ അറിയോ, പഠനങ്ങൾ തന്നെ പറയുന്നത് 55% ആളുകളും ഇതേ അവസ്ഥയിലാണ് ഉള്ളത്. എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, പക്ഷെ എന്തൊക്കെയോ അവർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു വെബിനാറിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാല് നമ്മൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ഡെലിബറേറ്റ് ആയിട്ട് നമുക്കൊരു മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ്. അവിടെയാണ് ഇത് ചെയ്തവർക്ക് മാത്രമാണോ? അല്ല, ദിസ് ഇസ് എ റെഗുലർ ക്ലാസ്, ഫ്രീ ക്ലാസ് ആണ്. എല്ലാവരും ആണ് എങ്ങനെ നമ്മളുടെ ജീവിതത്തിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം. എല്ലാവരും വിചാരിക്കുന്ന ഒരു സംഭവമല്ലേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരണം, ആ മാറ്റം നമുക്ക് എങ്ങനെ കൊണ്ടുവരാം എന്ന കാര്യം നമ്മളിവിടെ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും നമ്മൾ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് എൻ്റെ ജീവിതം ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഇനി എവിടെ മാറാനോ എപ്പം മാറാനുള്ള ചിന്ത. അധികം ആൾക്കാരും ഇതേ അവസ്ഥയിൽ തന്നെയാണുള്ളത്. ഒരു സ്റ്റക്ക് ഫീലിംഗ് എല്ലാവർക്കും ഉണ്ടാവും. ഇറ്റ്സ് ഓക്കെ, കൂടുതൽ അങ്ങോട്ട് ടെൻഷൻ എടുക്കാതെ ലൈറ്റായിട്ട് എടുക്കുക. ഇവിടുത്തെ ഹൈലൈറ്റ് ഞാൻ പറഞ്ഞ മാതിരി നമ്മളെല്ലാവരും ചേഞ്ചിന് വേണ്ടിയിട്ട് ഇവിടെ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു എനർജി, നിങ്ങൾക്ക് സിനർജി എന്താണെന്നറിയോ? ഇവിടെയുള്ള എല്ലാവരുടെ എനർജി കൂടിയിട്ട് നമ്മൾ അങ്ങോട്ട് ചേഞ്ച് ആവും. റെഡി അല്ലേ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന എന്താ അറിയോ, ആരെയും വീഡിയോയിൽ കാണാത്തതുകൊണ്ട് നിങ്ങളൊക്കെ അവിടെ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ്. താങ്ക് യു ഷമീമ മാം, യെസ് ഒക്കെ തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്കൊരു മൂന്നും മാറുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമുക്കൊരു ഓക്കെ, നമുക്ക് ഒരു മാറ്റം കൊണ്ടുവരണം, ഒരു മാറ്റം വേണം. ഇന്നിങ്ങനെ ആയാൽ ശരിയാവില്ല, ഒരു മാറ്റം വേണം. അതിൻ്റെ അർത്ഥം നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ ചെയ്തതൊക്കെ വേസ്റ്റ് ആയി പോയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഓക്കെ ആൻസറാ മാം, മനസ്സിലായി. വേസ്റ്റ് ആയി പോയിന്ന് തോന്നുന്നുണ്ടോ? അതായത് എനിക്കൊരു മാറ്റം കൊണ്ടുവരണം എന്ന് ചിന്തിക്കുമ്പോൾ ഇതുവരെ ഞാൻ ജീവിച്ചതൊക്കെ വേസ്റ്റ്, ഇനി ഞാനൊരു ചേഞ്ച് ഒക്കെ കൊണ്ടുവന്നിട്ട് വേണം ഒന്ന് ജീവിക്കാൻ, അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? യെസ്, വെരി ട്രൂ, വെരി ട്രൂ. അപ്പൊ നിങ്ങൾ എപ്പോഴും ഓർമ്മിക്കുക, നിങ്ങൾ എന്തൊക്കെയാണോ ജീവിതത്തിൽ പഠിച്ചത്, നിങ്ങൾ എന്തൊക്കെയാണോ കടന്നുപോയത്, അതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നിങ്ങൾക്കത് ബെനിഫിറ്റ് മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇപ്പൊ എൻ്റെ കാര്യം തന്നെ എടുക്കാം. 10ാം ക്ലാസ് വരെ ഇങ്ങനെ സ്കൂളിൽ പോയി. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് സയൻസ് വേണോ കൊമേഴ്സ് വേണോ എന്നൊരു തീരുമാനം എടുക്കാൻ. പാരൻസ് തീരുമാനം എടുത്തു, എനിക്ക് അവളെ തീരുമാനം എടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അങ്ങനെ 12th കഴിഞ്ഞു. 12th കഴിഞ്ഞപ്പോൾ വീണ്ടും പാരൻസ് തീരുമാനം എടുത്തു, എഞ്ചിനീയർ ആക്കാം. അവിടെ എനിക്കൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല. ഞാൻ പോയി പഠിച്ചു, സർട്ടിഫിക്കറ്റ് എൻ്റെ പാരൻസിന് കാണിച്ചു കൊടുത്തു. ഞാൻ പഠിച്ചു കഴിഞ്ഞു, ഞാൻ ഇങ്ങനെ കരസ്ഥമാക്കിയിട്ടുണ്ട്, കഴിഞ്ഞു, സന്തോഷം. പക്ഷെ അതിൻ്റെ ഒരു വാല്യൂ അല്ലെങ്കിൽ ഇത്രയും എന്താണ് ആക്ച്വലി ഈ കോഴ്സ് ചെയ്താലുള്ള ഗുണം, ബെനിഫിറ്റ് എന്താണെന്നോ ഒന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതിന് എനിക്ക് ആക്ച്വലി അത് മനസ്സിലായത് എപ്പാന്നറിയോ, എൻ്റെ ഒരു ഫ്രണ്ട്, അവള് സ്കൂൾ ടീച്ചറാണ്. അവൾ എന്നോട് പറഞ്ഞു, ലൈല എനിക്ക് ഒറ്റയ്ക്ക് ഇന്റർവ്യൂവിന് പോകാൻ പറ്റില്ല, നീ എൻ്റെ കൂടെ വരുമോ? മനസ്സിലായോ?
കൂടെ പോകാനുള്ള ഒരാള്, നീ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തോ, നല്ലതല്ലേ എന്നും പറഞ്ഞ് എന്നെയും കൂട്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ എടുത്തിട്ട് അവിടെ പോയി. ഞാൻ ഇവള് മീൻസ് കൊടുത്തത്, ഇന്റർവ്യൂവിന് കൊടുത്തത് 1st സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികൾക്കുള്ള ഒരു ടീച്ചറായിട്ടാണ്. ഞാൻ എന്ത് ചെയ്തു, ഞാനും ഇവളുടെ കൂടെ തന്നെ പോയിട്ട് 1st സ്റ്റാൻഡേർഡ് ടു 8th സ്റ്റാൻഡേർഡ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് എഴുതി കൊടുത്തു. ഞാൻ അവളുടെ കൂടെ ഒരു റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട്. സഡൻലി ഐ എം സീയിങ് ഒരു പ്യൂൺ വന്നിട്ട്, ആരാ ലൈല എന്ന് പറഞ്ഞ ഈ റൂമില്. ഞാൻ പറഞ്ഞു ഞാനാണ്. ഞാൻ ആകെ പേടിച്ചിട്ടുള്ള, കാരണം ഒന്നാമത് ഞാൻ പോയത് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ടാ, ഒരു ഐഡിയ ഇല്ല അതിനെ കുറിച്ചിട്ട്. ഞാനാണ് എന്ന് പറഞ്ഞപ്പോൾ, മാം പ്ലീസ് അപ്പുറത്തേക്ക് വരണം കേട്ടോ, വേറെ സെക്ഷനിലാണ് നിങ്ങളുടെ ഇന്റർവ്യൂ. ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ, നീ എന്നെ പെടുത്തിയല്ലേ എന്നും പറഞ്ഞിട്ട് ഞാൻ നടന്നു പോയി, എന്തൊക്കെയാന്ന് അറിയണമല്ലോ. അങ്ങനെ ഞാൻ അവിടെ പോയപ്പോ എന്താ സംഭവം എന്നറിയോ, എൻ്റെ ഡിഗ്രീൻ്റെ വാല്യൂ എന്താണ് എന്ന് എനിക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് 3 പേര് അവിടെ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നു. അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചത്, എന്താ നിങ്ങൾ 1st സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 8th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് വന്നത്? ഞാൻ പറഞ്ഞു, നമ്മളെപ്പോഴും പോസിറ്റീവ് അല്ലേ പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, കുട്ടികളെ പഠിപ്പിക്കാൻ നല്ല രസമാണല്ലോ, അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു, ബട്ട് മാം യുവർ ഡിഗ്രി ഈസ് സോ വാല്യബിൾ, നിങ്ങൾ ഇത്ര പഠിച്ചിട്ട്, അതും ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പഠിച്ചിട്ട്, യു ഹാവ് ടു ടീച്ച് അവർ സ്റ്റുഡൻസ് ഇൻ അവർ കോളേജ്. നിങ്ങൾ ഈ ചെറിയ ക്ലാസ്സിൽ പഠിപ്പിക്കേണ്ട ആളല്ല. നിങ്ങളുടെ ഡിഗ്രിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കോളേജ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കേണ്ട ആളാണ്. അപ്പോഴാണ് ഞാനിങ്ങനെ ആണോ? കാരണം എന്താ? കാരണം ഞാൻ ആ ഒരു സംഭവം പഠിച്ചത് ഒന്നും മനസ്സിലാക്കാതെയാണ്, റൈറ്റ്? അതുകൊണ്ട് എൻ്റെ വാല്യൂ എന്താണെന്ന് പോലും ഞാൻ മനസ്സിലാക്കാത്ത കുറേ കാലഘട്ടം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ മക്കളായി, ബ്രേക്കായി, കുറേ കാലം കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പെട്ടെന്നുണ്ടല്ലോ നമുക്കൊരു ചിന്തയില്ലേ, നമുക്ക് സ്ത്രീകൾക്ക് സ്പെഷ്യലി വേറൊരു ചിന്തയില്ലേ, ഇങ്ങനൊന്നും ആയാൽ പറ്റില്ലല്ലോ, നമുക്കൊന്ന് മാറണല്ലോ. ഇപ്പൊ ഇവിടെ പറഞ്ഞ സംഭവം, ആ മാറണല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഞാൻ ഒരു ട്രെയിനറുടെ സ്റ്റാറ്റസ് കാണാം, വിമൻ എംപവർമെന്റ് പ്രോഗ്രാം. ഞാൻ എനിക്ക് അതെന്താന്ന് പോലും അറിഞ്ഞൂടാ. ഞാൻ ആ ട്രെയിനർക്ക് എന്നെ മെസ്സേജ് ഇട്ടിട്ട് ചോദിച്ചു, അതിലൊരു നമ്പർ ഉണ്ടല്ലോ, ഇത് ആർക്കുള്ളതാ, ആർക്കാ ഇത്? അപ്പൊ അവര് ചോദിച്ചു, വിമൻ ആണോ, നിങ്ങളൊരു സ്ത്രീയാണോ, എന്നാ നിങ്ങൾക്കുള്ളതാ. അത്രേ പറഞ്ഞു തന്നുള്ളൂ. ആർ യു വിമൻ, ദെൻ ഇറ്റ് ഇസ് ഫോർ യു. അപ്പൊ ഞാൻ വിചാരിച്ചു, ആണല്ലോ, ഞാൻ വിമൻ അല്ലേ, യെസ് ഞാൻ വിമൺ ആണല്ലോ, ഞാൻ ചേർന്നു. അങ്ങനെ അത് ആക്ച്വലി ഒരു പേഴ്സണൽ മാസ്റ്ററി എന്ന് പറഞ്ഞ ഒരു കോഴ്സൊക്കെ ആയിരുന്നു കേട്ടോ. അതെന്താന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ആ ട്രെയിനർ നമ്മളെ കൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണല്, അഫർമേഷൻസ് ഇതൊക്കെ ഡെയിലി എഴുതിപ്പിക്കും. സേവേഴ്സ് പ്രാക്ടീസ് ഒക്കെ ഇല്ല, ഇതൊക്കെ ചെയ്യിപ്പിക്കും. ഞാനൊക്കെ ആ സമയത്ത് ഇതിനൊരു ഇമ്പോസിഷൻ ആയിട്ടാ കണ്ടത്. അയ്യോ, എത്ര പ്രാവശ്യം ഇത് തന്നെ എഴുതാ. ഐ ആം എനർജറ്റിക്, എവിടെ? ഐ ആം റിച്ച്, എവിടെ? ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ, ഓ എവിടെ? വെറുതെ എഴുതിയതാ, സത്യം. ഞാൻ വെറുതെ എഴുതി സഡൻലി എപ്പോഴോ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. എനിക്ക് തന്നെ എന്തോ ഒരു മാറ്റം ഉണ്ടെന്ന് തോന്നാൻ തുടങ്ങി. ഈ അഫർമേഷൻസ് എഴുതുമ്പോൾ എനിക്ക് എന്തോ ഒരു സന്തോഷം ലഭിക്കുന്നുണ്ട്. ഐ ആം എനർജറ്റിക് എന്ന് ഞാൻ എഴുതുമ്പോൾ വെറുതെ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ പറയാ, യെസ് നീ എനർജറ്റിക് ആണ്. ഐ കുഡ് ഫീൽ ദാറ്റ് ഐ എം എനർജറ്റിക്. അവിടെയാണ് ശരിക്കും ആ മാറ്റം സംഭവിച്ചത്, ഞാൻ പോലും അറിയാത്ത ആ മാറ്റം. ഹൗ? ആ കോഴ്സ് ത്രൂ കടന്നു പോയപ്പോൾ ഞാൻ കണ്ടു എൻ്റെ വേറൊരു വേർഷന്. ഇതുവരെ എനിക്ക് എൻ്റെ ലൈഫിൻ്റെ പർപ്പസ് അറിയില്ലായിരുന്നു, കിട്ടുന്നതൊക്കെ പഠിക്കുക എന്നുള്ളൊരു ഫീലിംഗ് മാത്രമായിരുന്നു. ബട്ട് സഡൻലി ഐ കുഡ് അണ്ടർസ്റ്റാൻഡ്, യെസ് എന്തോ ഒരു മാറ്റമുണ്ട്, ഇതിലൊക്കെ എന്തോ അത്ഭുതമുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡൊക്കെ എഴുതിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്നറിയോ, നമ്മളെ ജീവിതത്തിൽ ചെറിയ വിഷമങ്ങളൊക്കെ വരുമല്ലേ, നമ്മളെ ജീവിതത്തിൽ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും മറ്റേ സൈഡിലൊരു ചിന്ത വരും, എന്നാലും എന്താ നിങ്ങൾക്ക് ഇതില്ലേ, എന്നാലും എന്താ അതില്ലേ, ഇതില്ലാന്നല്ലേ ഉള്ളൂ, അതില്ലേ. ആ ഒരു ചിന്ത വരാൻ തുടങ്ങി. ദാറ്റ് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് റൈറ്റിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. നമ്മളെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നു.
അതിനുശേഷം എന്താ പറയുക, എപ്പോഴും ഓരോ വർഷം കഴിയുമ്പോൾ, ഓരോ ന്യൂ ഇയർ വരുമ്പോൾ നമ്മൾ എന്താ പറയാ, 2024 കഴിഞ്ഞാ, എങ്ങനെയാ പോയ സമയമൊക്കെ പോകുന്നൊരു പോക്കേ, ഞാൻ എന്താ ഈ വർഷം മുഴുവൻ ചെയ്തേ, എങ്ങനെയാ ഈ സമയം പോയേ എന്നും പറഞ്ഞ് വി ഓൾ ഫീൽ ദാറ്റ് റിഗ്രറ്റ് അല്ലേ, നമ്മുടെ ഒരു ഗിൽട്ട് ഫീലിംഗ് ആണ്, ഞാൻ എന്താ ഈ വർഷം മുഴുവൻ ചെയ്ത പഠിച്ചോനേന്ന്. പക്ഷെ ആഫ്റ്റർ ജോയിനിങ് ഓൾ ദീസ് കോഴ്സസ്, ഇത് മാത്രമല്ല ഇതിന് ശേഷം ഒരുപാട് കോഴ്സസ് ഇങ്ങനെ ജോയിൻ ചെയ്താവുമ്പോൾ പലതും നമ്മൾ പഠിക്കാൻ തുടങ്ങി, ആ മാറ്റം വരാൻ തുടങ്ങി. അതിനുശേഷം മൈൻഡിൽ ഒരു ഷിഫ്റ്റ് വന്നു. അപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും ഞാൻ എന്താ പറയാറുന്നല്ലോ, ഐ ആം ബെറ്റർ ദൻ ലാസ്റ്റ് ഇയർ. നമ്മൾ ഒരിക്കലും മറ്റൊരാളുമായിട്ടല്ല നമ്മളെ കമ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, വേറെ ആൾ, ഓ അവൾ ഇത്രക്കൊക്കെ ആയോ, ഞാൻ എവിടെയാ എത്തിയെന്ന് പറഞ്ഞ് അങ്ങനെയല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്യേണ്ടത് നമ്മളെ കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ വർഷം ഉള്ള ലൈലയാണോ ഈ വർഷം? നോ. എനിക്ക് 100% എഴുതി തരാൻ പറ്റും, ഐ എം എ ഡിഫറെന്റ് പേഴ്സൺ. കാരണം എൻ്റെ മക്കളടക്കം ഒപ്പിട്ട് തന്നിട്ടുണ്ട്, ഉമ്മ പണ്ടത്തെ ഉമ്മയല്ല, ഉമ്മ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇതൊന്നും ആക്ച്വലി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, ഓരോ സംഭവങ്ങളിലൂടെ കടന്നു പോയപ്പോൾ സംഭവിച്ചതാ. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ എന്തൊക്കെ സംഭവിച്ചോ, ഇതുവരെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചോ, ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തോ, ഒന്നും വേസ്റ്റ് അല്ല. വൺ വേ ഓർ ദി അതർ എന്തോ ഒരു മാറ്റം അത് നിങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഷുവറാണ്. യെസ് ഓർ നോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യെസ്, ഐ എം ബെറ്റർ. താങ്ക് യു റൈന മാം. താങ്ക് യു ഫോർ സ്വിച്ചിങ് ഓൺ യുവർ ക്യാമറ ടു. ഓക്കെ, ഷുവർ, താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ കോഴ്സസ് ഒക്കെ ചെയ്തു എന്ന് പറഞ്ഞില്ലേ, ഈ കോഴ്സിലൂടെ കടന്നു പോയപ്പോൾ വേറൊരു സംഭവം കൂടി പഠിച്ചു. എന്താണെന്നറിയോ? താങ്ക് യു സോ മച്ച് ഡിയർ, താങ്ക് യു. അപ്പോൾ ഈ കോഴ്സിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടി. നമ്മളെ ഫേസ്ബുക്കിലെ ഫ്രണ്ട്സ് അല്ല കേട്ടോ, വെർച്വൽ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫ്രണ്ട്സ് ഒന്നുമല്ല, ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ഫ്രണ്ട്സും. അവർ എന്നെ ഡെയിലി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് അവരാണ് ആക്ച്വലി എൻ്റെ പൊട്ടൻഷ്യൽ എന്താണ് എന്ന് എനിക്ക് കാണിച്ചു തന്നത്. ലൈല, നിനക്ക് ഇത് ചെയ്തൂടെ, നിനക്ക് അങ്ങനെ ചെയ്തൂടെ, നിനക്ക് ഈ ഒരു കഴിവില്ലേ? അന്നേരം ഞാനിങ്ങനെ, എനിക്കോ ശരിക്കും? ആഹാ, അങ്ങനെ ഉണ്ടോ? ആ ഉണ്ട്, നീ ഇതൊന്നും ചെയ്തു നോക്ക്. എന്തുകൊണ്ട് ചെയ്തു നോക്കാത്തെ? നിനക്ക് ഇത് അറിഞ്ഞൂടെ, നിനക്ക് അത് അറിഞ്ഞൂടെ, നിനക്ക് ഇങ്ങനെ ചെയ്തൂടെ? ആക്ച്വലി ആ കമ്മ്യൂണിറ്റിയിലുള്ള നമ്മളെ ഫ്രണ്ട്സാണ് നമ്മളെ ആ പർപ്പസിലേക്ക് എത്തിച്ചത്. സോ ആക്ച്വലി നിങ്ങളെ സറൗണ്ട് ചെയ്യണം നല്ല പോസിറ്റീവ് പീപ്പിളായിട്ട്, അല്ലാതെ കുറെ എന്താണ് ഈ ചെയ്യുന്നതെന്ന് പറയുന്ന നെഗറ്റീവ് പീപ്പിളോടല്ല, കുറെ പോസിറ്റീവ് വൈബുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ എപ്പോഴും പെടാൻ നോക്കുക. കാരണം അവര് നിങ്ങൾ എന്തായാലും വളർത്തിയെടുക്കും. ഇതുപോലെ ഞാൻ ഇപ്പൊ പറഞ്ഞല്ലോ, കുറെ കോഴ്സസ് ഒക്കെ ചെയ്തു. ആ കോഴ്സ് ത്രൂ കണ്ടെത്തിയ എൻ്റെ പാർട്ട്ണറാണ് റസീന. അപ്പോൾ റസീനയും ഞാനും ഇതേപോലെ ഒരു കോഴ്സ് ത്രൂ കണ്ടുമുട്ടിയതാണ്. നമുക്കൊരു പ്രാക്ടീസ് സെഷൻ ഒക്കെ ഉണ്ടായിരുന്നു. ആ പ്രാക്ടീസ് സെഷനിൽ ഞാനൊരു ദിവസം രാവിലെ കാണാം, നമുക്കൊരു 6:30 ആയിരുന്നു കേട്ടോ പ്രാക്ടീസ്. ആ സമയത്ത് ഞാൻ കാണാം ഒരാള് ഒരു സോഫയുടെ മേലെ ഇരുന്നിട്ട് എന്നെ ഇങ്ങനെ നോക്കുക, ഞാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. അപ്പൊ ഞാൻ വിചാരിക്കും, ഹായ്, നല്ല ക്യൂട്ട് മുഖം, ആരാ ഇത് എന്നുള്ള ചിന്തയിൽ ഞാനും ഇങ്ങനെ ഉണ്ട്. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത് എന്താ സംഭവിച്ചെന്ന് വെച്ചാല്, നമ്മൾ അങ്ങ് പാർട്ട്നേഴ്സായി, നമ്മൾ റെഡിയായി. നമ്മൾ പറഞ്ഞു, നമ്മളുടെ ജീവിതത്തിൽ റസീന ഇതേപോലെ ആയിരുന്നു, ഒരുപാട് കോഴ്സൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയും ടീച്ചറായിരുന്ന റസീന സ്ലോലി മാറ്റം കൊണ്ടുവന്നു. ഷി വാസ് എ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ടീച്ചർ. ഞാനും വിശ്വസിച്ചില്ല അവൾ ടീച്ചറാന്ന് പറഞ്ഞപ്പോൾ, കാരണം ഷീ ഹാഡ് സം അതർ വാല്യൂ ഇൻ ഹെർ. നോർമൽ ടീച്ചറായിട്ട് എനിക്ക് തോന്നിയില്ല. ദർ വാസ് സംതിങ് ഡിഫറെന്റ്. എന്തുകൊണ്ടാ? ഒരുപാട് കോഴ്സസ് ഒക്കെ ചെയ്തിട്ട്. അപ്പൊ നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മൾ ഈ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നില്ലേ, ഇതേപോലെ കുറേ പേരുണ്ടാവില്ലേ, ഒരു ചെറിയ മാറ്റങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത്, വൈ ഡോണ്ട് വി ഹെൽപ്പ് ദം? അങ്ങനെയാണ് നമ്മള് ഈ കോഴ്സസ് ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളെ പോലെ കുറേ പേരെ സഹായിക്കണം, വീണ്ടും എവിടെയെങ്കിലുമൊക്കെ എത്തണം. നമുക്കുണ്ട് ഒരുപാട് ഗോൾസും വിഷൻസും കാര്യങ്ങളൊക്കെ. ഇൻഷാ അല്ലാഹ് അവിടെയൊക്കെ എത്തും. നിങ്ങളൊക്കെ ഉണ്ടാവില്ലേ കൂടെ? ഇൻഷാ അല്ലാ. ഓക്കെ എന്തായാലും ഓക്കെ ഓക്കെ. താങ്ക് യു.
ഓൾറെഡി ഉണ്ടല്ലോ മാം, ഞങ്ങൾ കൂടെ ഉണ്ട്. ഇൻഷാ അള്ളാഹ്. താങ്ക് യു. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ വെച്ചിട്ട് നമുക്ക് ചെറിയൊരു മാറ്റം കൊണ്ടുവരാം നമ്മളുടെ ഇന്നത്തെ ടോക്കിൽ. അപ്പോൾ നമ്മൾ റെഡി ആവാണ്. ഓക്കെ ഓക്കെ, നമ്മളിപ്പോൾ റെഡി ആവാണ് നമ്മളുടെ ലൈഫിൽ ആ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഞാൻ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, റെഡിയായി. അതിന് ഒരു 8 സ്റ്റെപ്പുകളുണ്ട് നമ്മൾ എടുക്കേണ്ടത്. 8 സ്റ്റെപ്പ്. ഈസിയാണ്, ഒന്നുമില്ല. 8 സ്റ്റെപ്പ് വളച്ചോനെ 8 സ്റ്റെപ്പ് ഉണ്ടാ അങ്ങനെയൊന്നും വിചാരിക്കരുത്. 8 സ്റ്റെപ്പ്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? സ്റ്റാർട്ട് വിത്ത് റിഫ്ലക്ഷൻ എന്ന് പറയും. സ്റ്റാർട്ട് വിത്ത് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇനി എന്ത് മാറ്റം കൊണ്ടുവരുന്നതിന് മുന്നേ, ബിഫോർ യു സ്റ്റാർട്ട്, ഓക്കെ, എന്ത് മാറ്റം കൊണ്ടുവരുന്നതിന് മുന്നേയും നിങ്ങൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്ന് എഴുതി വെക്കുക. കണ്ടെത്തണം നിങ്ങൾ ഇപ്പോൾ എവിടെയാണ്, നിങ്ങൾ എന്താ ചെയ്യണേ, എന്താണ് നിങ്ങളുടെ സ്ട്രെങ്ത്, എന്താ നിങ്ങളുടെ വീക്ക്നെസ്, എന്തൊക്കെയാണ് നിങ്ങളുടെ ഓപ്പർച്യൂണിറ്റി, എവിടെയാണ് നിങ്ങൾ ഈ ഒരു വർഷമായിട്ട് ആ മാറ്റം എന്തുകൊണ്ട് എനിക്ക് വരുന്നില്ല, എവിടെയാണ് ഞാൻ സ്റ്റക്കായി പോയത്, ഇതൊക്കെ ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, ഒന്ന് ചിന്തിക്കാം. ഈസി അല്ല കേട്ടോ, നമ്മളുടെ കൂടെ ഇരിക്കലാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സംഭവം. ഭയങ്കര ഈസിയാണ് അപ്പുറത്തെ വീട്ടിലെ ജാനകി ചേച്ചിയുടെ അപ്പുറം ഇരുന്നിട്ട് വേറെന്താ വിശേഷം എന്ന് ചോദിക്കാൻ നല്ല സുഖമാണ്. പക്ഷെ നമ്മളെ കൂടെ ഇരിക്കാണ്ടല്ലോ ഈസി അല്ല. കാരണം നമ്മുടെ തലയിലൂടെ എന്താണ് 10,60,000 ചിന്തകൾ ഇങ്ങനെ ഓടുന്നോണ്ട് നമ്മളെ കൂടെ ഇരിക്കൽ ഈസിയേ അല്ല. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ? നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. എന്താ കാര്യം? നമുക്ക് നമ്മളൊരു സൈലൻസ്, ഒരു പീസ്ഫുൾനെസ്സിലേക്ക് എത്തിക്കാൻ പറ്റും. അപ്പോൾ മെഡിറ്റേഷനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്ന് സമാധാനിച്ചിട്ട് പിന്നെ നമ്മളോട് ഒന്ന് ഉള്ളിലേക്ക് കയറി നോക്കുക. ഞാനിപ്പോൾ എവിടെയാണ്? ഞാൻ കഴിഞ്ഞ വർഷത്തിനേക്കാളും നന്നായിട്ടുണ്ടോ, അതോ ഞാൻ വീണ്ടും വീണ്ടും താഴോട്ടാണോ പോകുന്നത്? ഞാൻ എന്താ ശരിക്കും ഇന്ന് ചെയ്യുന്നത്? എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താണെന്നൊക്കെ അങ്ങനെ ഓരോന്നും നമ്മൾ നമ്മളുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്ന പോലെ ചോദിക്കുക. നമ്മളോട് തന്നെ ചോദിക്കുക. സൈലൻസിൽ ഇരുന്നിട്ട് ചോദിക്കുക. ഒരു ബലത്തിൻ്റെ ഇടക്കൊന്നും പോരുത്. ഓക്കെ, എല്ലാ ദിവസവും ഓരോന്നായിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുക. നീ എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? നിനക്ക് എന്താ ഇഷ്ടം ചെയ്യാൻ? എന്താ നിന്റെ പാഷന്? നിന്റെ ജീവിതത്തിന്റെ പർപ്പസ് എന്താ? നീ എന്തിനാ ഈ ലോകത്ത് ജനിച്ചത്? ഇന്ന് രാവിലെ നീ എന്തിനാ എണീറ്റേ എന്നൊക്കെ ചോദിക്കുക. ഡെയിലി ചോദിക്കുക. എന്നിട്ട് ചോദിക്കുമുണ്ടല്ലോ, നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് ആള് പാവാണ് കേട്ടോ, നമ്മളെ ബെസ്റ്റ് ഫ്രണ്ടാ. ആ ആള് കുറെയൊക്കെ ഇതൊക്കെ എന്താ പ്രാന്താണോ, രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ ചെയ്തിട്ട് എന്നോട് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാൻ, കിടന്നുറങ്ങ പെണ്ണേന്ന് കുറെ പ്രാവശ്യം പറയും. ബട്ട് ഡോണ്ട് മൈൻഡ്. ഓക്കെ, നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക. എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ ഇഷ്ടം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും അറിയോ? സ്ലോലി നമ്മൾ ഉള്ളിലത്തെ ആള് നമുക്ക് ഉത്തരം തരാൻ തുടങ്ങും. ഓരോ ഉത്തരങ്ങൾ, നിനക്കിത് ചെയ്തുകൂടായിരുന്നോ, നിനക്ക് പണ്ട് ഇങ്ങനെ ഒരു കഴിവുണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉത്തരം തരും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അത് ജേർണൽ ചെയ്യണം, എഴുതി വെക്കണം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ നിങ്ങൾ ജേർണൽ ചെയ്യണം. ലൈല മാം അതിന്റെ പിന്നാലെയാണ്. സൂപ്പർ. ഓക്കെ, അപ്പൊ ഡെയിലി നിങ്ങളെ കുറിച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ എടുക്കുക കേട്ടോ. സൈലൻസിലിരുന്ന് നിങ്ങളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിച്ച് നിങ്ങൾ അത് എഴുതി വെക്കുക. നന്നായിട്ട് ജേർണൽ ചെയ്യുക. ഓക്കെ, അതാണ് ഫസ്റ്റ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്താണെന്നറിയോ? നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കുക. കോർ വാല്യൂ എന്ന് പറയും. കോർ വാല്യൂ മനസ്സിലാക്കുക. ഒരു മിനിമം ഒരു 5-6 നിങ്ങൾക്ക് ഉണ്ടാവണം. ഉണ്ട് ആക്ച്വലി, പക്ഷെ അതൊന്ന് എഴുതി വെക്കുക. എവറിത്തിങ് എഴുതി വെക്കുക. എന്താണ് കോർ വാല്യൂ? നിങ്ങൾക്ക് അറിയോ എന്താണ് കോർ വാല്യൂ? ആർക്കെങ്കിലും അറിയോ കോർ വാല്യൂ എന്താണെന്നറിയോ? ഞാൻ പറയട്ടെ മാം. പറയൂ. എന്റെ വാക്ക് കേട്ടിട്ട് ഒരു 2 ആള് പറഞ്ഞിട്ടുണ്ട്. കുറച്ചു നേരം മുമ്പ് ഞാൻ സുസൈഡ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെ വാക്ക് എന്നെ ചേഞ്ച് ആക്കി എന്റെ ലൈഫ്. കോർ വാല്യൂ. അപ്പൊ അവിടെ മാമിന്റെ കോർ വാല്യൂ എന്താന്ന് വെച്ചാല് അവരോടുള്ള ഒരു എമ്പത്തി, അവരോടുള്ള ഒരു അപ്പൊ കോർ വാല്യൂ എന്ന് പറഞ്ഞ എന്താണെന്നറിയോ? ഇടക്ക് സ്റ്റക്ക് ആവുന്നുണ്ടോ? എന്റെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടോ? നല്ല മഴയാ, അതുകൊണ്ട് ഇടയ്ക്ക് കട്ടാകുന്നുണ്ടല്ലേ? ഒരു മിനിറ്റ് ഒന്ന്. ഓക്കെ, ലെറ്റ്സ് ചെക്ക് നൗ. ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ എന്നെ അല്ലേ? പ്രശ്നമൊന്നുമില്ലല്ലോ? ഓക്കെ. ഓക്കെ,
അപ്പൊ കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? Yes. മൂല്യങ്ങൾ. കറക്റ്റ്. എടുക്ക്. നമ്മളുടെ മൂല്യങ്ങൾ. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാല് ചത്താലും ഞാൻ ഇത് ചെയ്യൂല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? എനിക്കിനി ഒന്നുമില്ലെങ്കിലും ഞാൻ ഇത് ചെയ്യൂല, അങ്ങനെയുള്ള നിങ്ങളെ കാര്യം അതെന്തൊക്കെയാണ്? ഒന്ന് രണ്ടു പേരൊന്ന് പറഞ്ഞേ നിങ്ങളുടെ കോർ വാല്യൂ എന്താണെന്ന്. Patience. നെഗറ്റീവ്സ് ഒന്നും ഞാൻ ചിന്തിക്കൂലെന്ന് ആദ്യം. Patience. സത്യസന്ധ എല്ലാരും കൂടി ഒന്നിച്ച് പറഞ്ഞിട്ട് എല്ലാരും കൂടി ഒന്നിച്ച് ഞാൻ കേട്ടു. ഒരാൾ പറഞ്ഞു. Patience. 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 ഓക്കെ, ഗുഡ്. പേഷ്യൻസ്. പിന്നെ മാം ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയോ? നിങ്ങളുടെ കോർ വാല്യൂ. കോർ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂല്യങ്ങൾ. മൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചത്താലും ഞാൻ ഇത് ചെയ്യൂല, അതെന്താണ്? അതാണ് നിങ്ങളുടെ കോർ വാല്യൂ. ഈസി ആയിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് ഈസ് യുവർ കോർ വാല്യൂ. ഇപ്പൊ ഞാൻ ഞാൻ നെഗറ്റീവുകളൊന്നും ചിന്തിക്കൂല എന്നുള്ള ആദ്യം ഉറപ്പിക്കാം. നെഗറ്റീവ്സ് തോട്ടുകളൊന്നും ചിന്തിക്കൂല, പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കാൻ നമ്മളെപ്പോഴും ഇങ്ങനെ ആഗ്രഹിക്കാം. വെരി ഗുഡ്. അപ്പോൾ കോർ വാല്യൂവിന്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. സത്യസന്ധത. ഇനി ഞാൻ ചത്താലും ഞാൻ കള്ളം പറയൂല, ഞാൻ ഉറപ്പിച്ചു അല്ലേ? എന്നെ കൊന്നാലും ശരി ഞാൻ സത്യം മാത്രമേ പറയൂ. എനിക്ക് മറ്റുള്ളവരോട് ഭയങ്കര ബഹുമാനമാണ്. ആരെയും ഞാൻ വില കുറച്ച് കാണില്ല, അതെന്റെ കോർ വാല്യൂ ആണ്. എല്ലാവരോടും എനിക്ക് കാരുണ്യം ഉണ്ടാവും, അതെന്റെ കോർ വാല്യൂ ആണ്. എല്ലാവരോടും എനിക്ക് വാത്സല്യം ഉണ്ടാവും. കുഞ്ഞുമക്കളൊക്കെ കാണുമ്പോൾ അല്ലേ നമുക്ക് വാത്സല്യം, അതെന്റെ ഒരു കോർ വാല്യൂ ആയിരിക്കും. റൈറ്റ്? അപ്പൊ നമ്മൾക്ക് ഇങ്ങനത്തെ കുറേ വാല്യൂസ് ഉണ്ടാവും നമ്മളുടെ ജീവിതത്തിൽ, നമ്മൾ ഓൾറെഡി പ്രാക്ടീസ് ചെയ്യുന്നത്. അത് നിങ്ങൾ എഴുതി വെക്കണം. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. നിങ്ങളുടെ കോർ വാല്യൂ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് അത് എഴുതി വെക്കണം. കാരണം എന്താ? നിങ്ങൾ ഈ മാറ്റം കൊണ്ടുവരുമ്പോഴും ഈ കോർ വാല്യൂ ബേസ് ചെയ്തിട്ടായിരിക്കും മാറ്റം കൊണ്ടുവരാം. അല്ലാതെ ഈ വാല്യൂ മാറ്റിയിട്ട് എനിക്ക് മാറ്റം കൊണ്ടുവരണം, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, ഇയാളെന്നും അങ്ങ് ബഹുമാനിക്കണ്ടെന്ന്. എന്തിനാ ബഹുമാനിക്കുന്ന കല്ലുവല്ലി? അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എല്ലാവരെയും ബഹുമാനിക്കും. ഞാനൊരു റെസ്പെക്ട് കൊടുക്കുന്ന ഒരാളാണ് നമ്മൾ തീരുമാനിച്ചു, അതെന്റെ കോർ വാല്യൂ ആണെങ്കിൽ മരിക്കുന്നവരെയും നമ്മൾ അങ്ങനെ ആയിരിക്കണം. ദാറ്റ്സ് അവർ കോർ വാല്യൂ. ഒരു 5-6 എണ്ണം നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് കണ്ടുപിടിക്കാം നിങ്ങളെ കുറിച്ചിട്ട്. ഓക്കെ, എന്നിട്ട് അതനുസരിച്ച് നിങ്ങളൊരു വലിയൊരു വിഷൻ ഉണ്ടാക്കുക നിങ്ങളെ കുറിച്ചിട്ട്. ഞാൻ ഇങ്ങനെയൊക്കെ കോർ വാല്യൂ ഉള്ള ഒരാളാണല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും, അതൊക്കെ ഒന്ന് ചിന്തിച്ചെടുക്കുക. അടുത്തതാണ് റീറൈറ്റ് യുവർ ഗോൾസ് എന്ന് പറയും. ഓക്കെ, റീറൈറ്റ് യുവർ ഗോൾസ്. നമ്മൾ ഗോൾസ് ഒക്കെ പഠിക്കുമ്പോൾ, ഗോൾ സെറ്റിംഗ് ഇല്ലേ, ഗോൾ സെറ്റിംഗ് ഒക്കെ പഠിക്കുമ്പോൾ നമ്മൾ പറയും പേപ്പർ എടുക്കുക, ബുക്ക് എടുക്കുക, ബുക്കിൽ എഴുതി വെക്കണം, റിട്ടൺ ഗോൾസ് ആണ് 10 times ഫാസ്റ്റർ, എഴുതി വെക്കുക എന്ന് പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നല്ലൊരു പുസ്തകം വാങ്ങിച്ചിട്ട് അതിൽ നല്ല രീതിയിൽ ഒരു 3-4 കളർ പെന്നൊക്കെ എടുത്തിട്ട് ഇങ്ങനെ എഴുതും. ഓഹോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യും? ആ ബുക്ക് അങ്ങ് അടച്ചു വെക്കും. റെഡി ആവുമോ? അതിലൊരു കാര്യമില്ല. വെറുതെ ഒരു ഗോൾ എഴുതിയിട്ട് ബുക്ക് അടച്ചു വെച്ചതുകൊണ്ട് കാര്യമില്ല. അപ്പൊ നിങ്ങൾ മാറാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ സ്റ്റെപ്പ് 3 നോക്കുന്നത്. സ്റ്റെപ്പ് 3 നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ ഗോൾ ഇതുവരെ സെറ്റ് ചെയ്തത് അതെന്താണെന്ന് ഒന്നും കൂടി നോക്കുക. കാരണം നമ്മളെ ഗോൾസ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്താണോ ഇതുവരെ സെറ്റ് ചെയ്തത് അത് തന്നെയാണോ ഇനി മുന്നോട്ടുള്ള ഗോൾ എന്ന് കണ്ടുപിടിക്കുക. അത് അല്ലെങ്കിൽ നമ്മൾ അതിനെ റീറൈറ്റ് ചെയ്യണം. ഒന്നും കൂടി മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഒന്ന് റീറൈറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ ഗോൾസ് എന്ന് പറയുമ്പോൾ എപ്പോഴും എല്ലാവരും മനസ്സിൽ വീട് വെക്കണം, കാറ് വാങ്ങണം, ഇത് മാത്രമൊന്നല്ല കേട്ടോ ഗോള്. നിങ്ങൾ രാവിലെ 5 മണിക്ക് എണീക്കണം, എനിക്ക് സേവേഴ്സ് പ്രാക്ടീസ് ചെയ്യണം, അതും ഒരു ഗോളാണ്. ഇതേപോലെ സ്മോൾ ഗോൾസ്, അതായത് ഇനി ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ ഇന്ന കാര്യങ്ങൾ ആഡ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കും. സിമ്പിൾ സ്മോൾ ഗോൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ ഈസി ആയിരിക്കും.
അതേപോലത്തെ സ്മോൾ ഗോൾസ് നിങ്ങൾ ആദ്യം അച്ചീവ് ചെയ്യാം. അപ്പൊ എന്ത് സംഭവിക്കുന്നറിയോ? അത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പറഞ്ഞു കൊടുക്കും, ഓഹോ ഇവളങ്ങനെ ഒരുപാട് ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യുന്ന ഒരാളാണല്ലേ, അങ്ങനെയാണെങ്കിൽ ഇവളെ വലിയ ഗോളും ഇവൾ അച്ചീവ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഈ സ്മോൾ ഗോൾസ് നമ്മളുടെ ബിഗ് ഗോളിലേക്കുള്ള ഒരു ചവിട്ടുപടിയായി മാറും. പിന്നെ നമ്മൾ ഈ സ്മോൾ ഗോളില്ലേ, ഞാൻ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യും, ഒരു സ്മോൾ ഗോളാണ്. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ റിവാർഡ് യുവർ സെൽഫ്. വേറെ ആരും വന്നിട്ട് ഓ മുത്തേ നീ എല്ലാ ദിവസവും രാവിലെ എണീച്ചിട്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ എന്ന് പറയാൻ നിൽക്കണ്ട. നിങ്ങൾ തന്നെ നിങ്ങളോട് വാവ് ലൈല യു ആർ അമേസിങ്, എന്തൊരു മുത്താണ് നീ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലേ, ആണോ നീ രാവിലെ ഓ വാവ് ഐ എം പ്രൗഡ് ഓഫ് യു എന്ന് സ്വന്തം തന്നെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും റിവാർഡ് വാങ്ങിക്കൊടുക്കുക ആൻഡ് ബി ഹാപ്പി. ഓക്കെ, ബി ഹാപ്പി. അതാണ് തേർഡ്. നമ്മളെ ഗോളിനൊന്ന് റീറൈറ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി ഫോർത്ത് സ്റ്റെപ്പ്, നമ്മൾ മാറ്റമൊക്കെ കൊണ്ടുവരാൻ ഇങ്ങനെ മനസ്സിലൊക്കെ അങ്ങ് തീരുമാനിച്ചു, മാറ്റം കൊണ്ടുവരണം. നമുക്ക് അതിനുള്ള ധൈര്യം ഉണ്ടാവണം, കറേജ് ഉണ്ടാവണം. ആ മാറ്റം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ധൈര്യം നമുക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ട പണി എന്താ അറിയോ? നിയത്ത് ശരിയാക്കുക. അതായത് നമ്മൾ ഇന്റൻഷൻ കറക്റ്റ് ആക്കുക. നമ്മൾ ആ ഇന്റൻഷൻ സെറ്റ് ചെയ്യുക. യെസ്, ഐ എം ഗോയിങ് ടു ബിക്കം എ ബെറ്റർ വേർഷൻ ഓഫ് മൈസെൽഫ്. ഞാൻ റെഡിയാണ്. ഞാൻ ഇന്നുള്ളതിനെക്കാട്ടും ഒരു പടി മേലെ എത്താൻ വേണ്ടിയിട്ട് റെഡിയാണെന്നുള്ള നിയത്ത് എടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ അത് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം അതിൻ്റെ മേലെ. ഞാനിത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഇതിൽ ഞാൻ കമ്മിറ്റഡ് ആണ്. ആ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ലൈക്ക് ആരെന്തും പറഞ്ഞോട്ടെ, ഞാൻ എൻ്റെ കോർ വാല്യൂ നോക്കിയിട്ടുണ്ട്, എൻ്റെ പർപ്പസ് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, ഞാൻ അതിലേക്ക് ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആരെന്തും പറഞ്ഞോട്ടെ, ബട്ട് ഐ എം കമ്മിറ്റഡ്. അത് നാലാമത്തെ സ്റ്റെപ്പാണ്. ആ കറേജ്. അതായത് മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കോട്ട് അടിക്കാൻ നിങ്ങൾ പാടില്ല. സോ യു ഹാവ് ടു ബി ഇൻട്രസ്റ്റഡ് അല്ല കേട്ടോ. I am very interested to bring change അല്ല, I am committed to change myself എന്നാ. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. വാട്ട് ഈസ് ഇൻട്രസ്റ്റഡ് ആൻഡ് കമ്മിറ്റഡ്? ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു ആഗ്രഹമൊക്കെ ഉണ്ട്, അതാണ്. കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ ചെയ്തേ അടങ്ങും. അപ്പൊ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാൻ കമ്മിറ്റഡ് ആയിരിക്കണം. റെഡി ആണോ? എല്ലാവരും കമ്മിറ്റഡ് ആണെങ്കിൽ സി ഒന്ന് ടൈപ്പ് ചെയ്തേ. മാം ഇതിന്റെ റെക്കോർഡ് കിട്ടുമോ മാം? ഇല്ല, തരൂല. ഇപ്പൊ ഇവിടുന്ന് പോകാൻ വേണ്ടിട്ടല്ലേ? സത്യമായിട്ടും അല്ല, അതെ അതെ തരും. ഓക്കെ. അല്ല നോട്ട് എഴുതിയിട്ടില്ലേ, അപ്പൊ പിന്നെ ഫ്രീ ആവുമ്പോൾ നന്നായിട്ട് എഴുതാൻ. താങ്ക് യു സോ മച്ച് ഡിയർ. ദാറ്റ് ഷോസ് യു ആർ ഇൻ ദ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇവിടെ കമ്മിറ്റഡ് ആണ്. അപ്പോ നമ്മളെ മാറ്റം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മുടെ ലൈഫിനെ ഒന്ന് ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. നമ്മളുടെ മൈൻഡ് സെറ്റ് ഒക്കെ ഒന്ന് മാറ്റി, എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ള ഡൗട്ടല്ല, പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ എത്തുകയാണ്. നമ്മളെ മൈൻഡിനെ എത്തിക്കുകയാണ് നമ്മൾ. കാരണം എന്താ? നമ്മൾ ഓരോന്നും കണ്ടുപിടിച്ച് ഇവിടം വരെ എത്തിയത്. നമ്മളിപ്പോൾ കമ്മിറ്റഡും ആയിട്ടുണ്ട്. യെസ്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും. അപ്പം ആ മൈൻഡ് അവിടെ ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങാം. അന്നേരം നിങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യണം. എങ്ങനെ സപ്പോർട്ട് ചെയ്യും? പോസിറ്റീവ് സെൽഫ് ടോക്ക് കൊടുക്കണം. പറ്റിക്കണോ അങ്ങനെയൊന്നല്ല, പറ്റും, എന്നെ കൊണ്ട് പറ്റും. യെസ്, ഇതൊക്കെ എനിക്ക്, ഇങ്ങനത്തെ ഒക്കെ സ്ട്രെങ്ത് എനിക്കുണ്ട്, എനിക്ക് ഇങ്ങനത്തെ വീക്ക്നെസ് ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ സംഭവിക്കും. യെസ്, എനിക്കൊരു മാറ്റമൊക്കെ കൊണ്ടുവരാൻ പറ്റും, എന്നിലൊരു മാറ്റം കൊണ്ടുവരാൻ പറ്റും എന്ന് നല്ല സെൽഫ് ടോക്ക് കൊടുക്കണം കേട്ടോ. ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് ചിന്തിക്കരുത്. ഓക്കെ, മോട്ടിവേറ്റ് യുവർ സെൽഫ്. റെഡി അല്ലേ മോട്ടിവേറ്റ് ചെയ്യാൻ? റെഡി. പിന്നെ എപ്പോഴും ഓർമ്മിക്കുക, എല്ലാവരും പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്, യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. എന്താണ് അതിന്റെ അർത്ഥം? യു ആർ ദ ക്രിയേറ്റർ ഓഫ് യുവർ ലൈഫ്. അതായത് നിങ്ങളുടെ ജീവിതം ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അതെങ്ങനെ പോകണമെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ് എന്ന് വെച്ചിട്ട്, ആ ഒരു സെന്റൻസിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. എന്ന് വെച്ചിട്ട് ഒരിക്കലും ചിന്തിക്കരുത് എൻ്റെ കയ്യിലാണ് എല്ലാ കൺട്രോളും ഉള്ളത്, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണോ അത് ഞാൻ പറയുന്ന പോലെ സംഭവിക്കും എന്നൊന്നും
ഒന്നും ചിന്തിക്കണ്ട. അങ്ങനെയൊന്നല്ല. നമ്മളുടെ കയ്യിലൊന്നല്ല കാര്യങ്ങൾ. കൺട്രോൾ നമ്മളെ കയ്യിലല്ല. നമുക്ക് വേറെ ക്രിയേറ്റർ ഉണ്ട്, അല്ലേ? ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ ഈ ഒരു ഷിഫ്റ്റ് സംഭവിക്കുമ്പോൾ എന്താണെന്നറിയോ? നിങ്ങൾക്ക് തീരുമാനിക്കാൻ പറ്റും. എന്ത് നമ്മളെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും ഞാൻ എങ്ങനെ അതിനെ നോക്കിക്കാണണം, ഞാൻ എങ്ങനെ അതിനോട് റെസ്പോണ്ട് ചെയ്യണം, അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എപ്പോഴും ഒരിക്കലും നിങ്ങൾ റിയാക്ട് ചെയ്യരുത്. റിയാക്റ്റും റെസ്പോണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ആർക്കറിയാം? മാം, റിയാക്ട് പറഞ്ഞാല് ഉള്ളില് ഏറ്റെടുക്കുക, ഫുൾ ഡീപ്പായിട്ട് റെസ്പോൺസ് ചെയ്യണം. റെസ്പോൺസോ? ജസ്റ്റ് ഒരു ഡിസ്റ്റൻസ് വെച്ചിട്ട്. ഓക്കെ, റിയാക്റ്റും റെസ്പോണ്ടും തമ്മിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതായത് എൻ്റെ സ്വന്തം കുട്ടി ഒരു ഗ്ലാസ് വെള്ളം താഴെയിട്ട് പൊട്ടിച്ചു. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? പൊട്ടിച്ച്. നീ ജനിച്ചതേ ഗ്ലാസ് പൊട്ടിക്കാൻ വേണ്ടിട്ടാ. നിന്നെ കൊണ്ട് ഈ വീട്ടിൽ ഗ്ലാസ് ഇല്ലാണ്ടായി. ദാറ്റ് ഈസ് റിയാക്ട്. ഒന്നും ചിന്തിക്കാതെ ഒറ്റയടിക്ക് തീരുമാനിക്കുക കുറെ കാര്യങ്ങൾ. ആൻഡ് വി ആർ ജസ്റ്റ് ഇങ്ങനെ ബ്ലെയിമിങ്. അപ്പുറത്തെ വീട്ടിലെ കുട്ടി നമ്മളെ വീട്ടിൽ വന്നു, ഇതേപോലത്തെ ഒരു ഗ്ലാസ് പൊളിച്ചു. അന്നേരം നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുന്നില്ലേ, ഓ അപ്പുറത്തെ വീട്ടിലെ കുട്ടി, സാരില്ല മോനെ, ആന്റി മോനെ കാല് മുറിയും കൈ മുറിയും, മോ മാറിക്ക്, ആന്റി തുടച്ചെടുക്കാലോ, മോ മാറിയെന്നോ. അതാണ് റെസ്പോണ്ട്. അതായത് ആ ഒരു നിമിഷം നിങ്ങൾ എടുത്തില്ല ചിന്തിക്കാൻ, ഇത് മറ്റേ വീട്ടിലെ കുട്ടിയാ, ഈ കുട്ടിയോട് ഇങ്ങനെ പെരുമാറിയാലേ ആ വീട്ടിൽ പോയിട്ട് ഇതേപോലെ എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂലേ. ആ ചിന്ത എന്തുകൊണ്ട് നമ്മളുടെ കുട്ടി അത് ചെയ്തപ്പോൾ നമുക്ക് ആ ചിന്ത വന്നില്ല? ആ ചിന്ത ആ ഒരു സെക്കൻഡ് എടുത്തിട്ട് ഒന്ന് അനലൈസ് ചെയ്യുന്ന, ആ സിറ്റുവേഷൻ ഒന്ന് ചിന്തിക്കുന്നതിനാണ് നമ്മൾ റെസ്പോണ്ട് എന്ന് പറയുന്നത്. ഒന്നും ചിന്തിക്കാതെ ബ്ലാങ്ക് ആയിട്ട് ഒരു സംഭവം ചെയ്യുന്നതിനാണ് നമ്മൾ റിയാക്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം. ഒരിക്കലും റിയാക്ട് ചെയ്യരുത്. ഓക്കെ, അപ്പൊ നമ്മൾ 4 സ്റ്റെപ്പുകൾ പഠിച്ചു. 5ാമത്തെ സ്റ്റെപ്പാണ് മേക്ക് യുവർ നെക്സ്റ്റ് മൂവ്. നിങ്ങൾ തീരുമാനിച്ചു നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യണം, മാറ്റം കൊണ്ടുവരണം. ഇങ്ങനെയൊന്നും ആയാൽ പോരാ, ഫ്രഷ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, മാറ്റം കൊണ്ടുവരണം. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കൊണ്ടുവരണം എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരുന്നാൽ മതിയോ? പോരാ അല്ലേ? നമ്മൾ ആക്ഷൻ എടുക്കണം. ആ ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കണ്ട വലിയൊരു ചാട്ടം ചാടണമെന്നൊന്നും ചിന്തിക്കരുത്. ചെറിയ 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 സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ മതി. അതായത് നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാവും. ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡെയിലി എന്താ ചെയ്യാൻ പറ്റുക? ഒരു 1 ഡിഗ്രി ഷിഫ്റ്റ് എന്നൊക്കെ പറയും. ഒരു ചെറിയൊരു ഇന്നലെ ഉള്ളത് പോലെയല്ല ഇന്ന് ഞാൻ ഇതിനു വേണ്ടി ഇന്ന കാര്യം ചെയ്തിട്ടുണ്ട്. അതേപോലെ ചെറിയ 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 മാറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അൾട്ടിമേറ്റ്ലി ഇതിന്റെ റിസൾട്ട് ഉണ്ടല്ലോ, നമ്മളെ ബാങ്കിലൊക്കെ ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയൂലേ, അതേപോലെ നമുക്കത് വലിയൊരു മാറ്റം കൊണ്ടുവരും. ഓക്കെ, അപ്പൊ എപ്പോഴും നിങ്ങൾ ആക്ഷൻ എടുക്കാം. 6ാമത്തെ സ്റ്റെപ്പാണ് ഗെറ്റ് എ കോച്ച്. ഒരു ടീച്ചർ, ഒരു മെന്റർ നിങ്ങൾ കണ്ടുപിടിക്കണം. നമുക്ക് ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാ എല്ലാ എക്സാമിനും നന്നായി പഠിച്ചേ? നമ്മൾ എന്തുകൊണ്ടാ നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് ക്ലാസ്സിലിരുന്നേ? കാരണം നമുക്ക് അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. ആ ടീച്ചർ നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞുതരും. ഇങ്ങനെയാണ് മക്കളെ എന്ന് പറയുമ്പോൾ നമ്മൾ അത് അനുസരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വളർന്ന് വലുതായി നമ്മളുടെ റിയൽ ലൈഫിൽ എത്തിയപ്പോൾ നമുക്ക് പിന്നെ ടീച്ചറും ഇല്ല, ഒന്നുമില്ല. നമ്മൾ തന്നെ നമ്മളെ ടീച്ചറായിട്ട് പലതും ചിന്തിക്കുന്നു, പലതും ചെയ്യാൻ നോക്കുന്നു, മാറ്റം കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നു, പിന്നെ സ്റ്റക്ക് ആവുന്നു, അവിടെ കിടക്കുന്നു. അപ്പോ നിങ്ങളിൽ ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ വിചാരിക്കുമ്പോൾ തന്നെ ഒരു ചാലഞ്ച് ഉണ്ട് അവിടെ. ഒരു ചെറിയൊരു ചാലഞ്ച് ഉണ്ട്. ആ ചാലഞ്ച് ചിലർക്ക് മാത്രമേ ഒറ്റയ്ക്ക് ഇതിനെ മാറ്റിയെടുക്കാൻ പറ്റൂ. അധികം ആൾക്കും ഒരു സപ്പോർട്ട് സിസ്റ്റം വേണം.
അപ്പൊ നിങ്ങൾക്ക് ആരെയാണോ ഒരു കോച്ചായിട്ട് ഇഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ ഒരു മെന്ററായിട്ട് ഇഷ്ടം, അവരെ തെരഞ്ഞെടുക്കാം. അവരെ തെരഞ്ഞെടുത്ത എന്താ ഗുണമെന്നറിയോ? നിങ്ങൾ 10 കൊല്ലത്തില് ഇങ്ങനെ ഈ ബേബി സ്റ്റെപ്പ് എടുത്തിട്ട് ഇങ്ങനെ പോയി 10 കൊല്ലത്തിൽ അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങൾ ഈ ഒരു കോച്ചിന്റെ കൂടെ പണിയെടുക്കുമ്പോൾ 1 വർഷത്തിൽ ചെയ്യാൻ പറ്റും. എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്താലാണ് ഇതിവിടെ എത്തുക എന്ന് പറഞ്ഞുതരാനുള്ള ഒരു മെന്റർ ആയിരിക്കണം നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം എന്താ അറിയോ, നമ്മൾ വിചാരിക്കും എനിക്ക് നല്ല വിവരമുള്ള ഫ്രണ്ട്സ് ഉണ്ടല്ലോ, എനിക്ക് നല്ല ബുദ്ധിയുള്ള ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, അവർ പോരെ എനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്? നോ. നമ്മളെ കുറിച്ചിട്ട് ഇതുവരെ ശരിക്കും അറിയാത്ത, നമ്മളെങ്ങനെയാണ്, നമ്മളുടെ ഒരു നോർമൽ ലൈഫ് ഉണ്ടല്ലോ, നമ്മളുടെ ഒരു വീട്ടിലെ ലൈഫ്, കാഷ്വൽ ലൈഫ് എന്നൊക്കെ പറഞ്ഞ, അതൊന്നും അറിയാത്ത ഒരാളെ നമ്മളൊരു മെന്ററായിട്ട് അല്ലെങ്കിൽ നമ്മളൊരു കോച്ചായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ആളുണ്ടല്ലോ നമുക്ക് നല്ല കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തരും. ആ ആള് നമ്മളെ ചലഞ്ച് ചെയ്യും. കാരണം ആ ആൾക്ക് അറിയില്ല നമ്മൾ എത്രത്തോളം ചലഞ്ച് ഏറ്റെടുക്കുന്ന ആളാണെന്നറിയില്ല. അയാൾ നമ്മളെ ചലഞ്ച് ചെയ്യും. ആ ചലഞ്ചസും ആ ഫീഡ്ബാക്കും ഒക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക, എൻ്റെ ഉള്ളിൽ ഇത്രയും കപ്പാസിറ്റി ഉണ്ടായിരുന്നോ? അതൊക്കെ മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ഞാൻ കോഴ്സ് ത്രൂ കടന്നു പോയപ്പോഴാണ് നമുക്ക് ഒരുപാട് ടാസ്കുകളും ചലഞ്ചസും നമ്മളുടെ മെന്റേഴ്സും കോച്ചസും ഒക്കെ തരുമായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടായിരുന്നു കേട്ടോ. ആദ്യമൊക്കെ ഞാൻ തന്നെ വിചാരിക്കും എന്തിന്റെ ആവശ്യത്തിനാണ് ഞാൻ പോയത് പഠിച്ചോനേ എന്ന് വിചാരിക്കും. പക്ഷെ അത് ചെയ്ത് നമ്മളുടെ മെന്റർക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ ആളൊരു ഫീഡ്ബാക്ക് തരാനുണ്ട്. ആ ഫീഡ്ബാക്ക് കേൾക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവും, എൻ്റെ ഉള്ളിൽ ഇത്രയും കഴിവുണ്ടായിരുന്നോ, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമായിരുന്നോ? ഇതൊക്കെ നമുക്ക് മനസ്സിലായത് വെൻ വി ഹാഡ് ദ ടീച്ചർ വിത്ത് us. ആ ടീച്ചർ ഇന്നും എനിക്കായാലും റസീനക്കായാലും നമ്മളുടെ കോച്ചും മെന്ററൊക്കെ നമ്മളെ കൂടെ തന്നെ ഉണ്ട്. കാരണം എന്താ, അവർ നമ്മളെ ലൈഫ് ത്രൂ വേണ്ട ഒരാളാണ്. നമ്മൾ ഇന്ന് എവിടെ നിൽക്കുന്നോ, ഇവിടുന്ന് അടുത്ത തലത്തിലേക്ക് എങ്ങനെയാ പോകേണ്ടതെന്ന് അവരാണ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ വി ഓൾ നീഡ് ദാറ്റ് സപ്പോർട്ട് സിസ്റ്റം. അങ്ങനെ ഒരു സപ്പോർട്ട് നമുക്ക് വേണം. അത് നല്ലതാണ് നമ്മളുടെ ഈ പ്രൊക്രാസ്റ്റിനേഷൻ മാറ്റിയെടുക്കാൻ. എന്താ അത്? നീട്ടിവക്കൽ. ചെറിയൊരു പനിയൊക്കെ കഴിഞ്ഞ് തൊണ്ടകുത്തലൊക്കെ ഉണ്ട് കേട്ടോ. അതോ സോറി ഡിയസ്. അപ്പോൾ നമ്മളുടെ 6th പോയിന്റ് ആയിരുന്നു നമുക്കൊരു കോച്ച് വേണം പറഞ്ഞത്. 7th പോയിന്റ് ആണ് നമുക്ക് നല്ല നെറ്റ്വർക്ക് വേണം കേട്ടോ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, എന്നോട് എൻ്റെ പൊട്ടൻഷ്യൽ, എൻ്റെ കഴിവ് എന്താന്നൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ ചുറ്റുമുള്ള ആളുകളാണ്. എവിടെയുള്ള ആള്? നല്ല പോസിറ്റീവ് ആയിട്ടുള്ള നമ്മളെ കമ്മ്യൂണിറ്റി ഇല്ലേ, കോഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ കമ്മ്യൂണിറ്റി, അവരിൽ നിന്നാണ് ഞാൻ അറിഞ്ഞത്. അതിന് മുന്നേയും എനിക്ക് ഒരുപാട് ആൾക്കാർ അറിയായിരുന്നു. ആ ആളുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഒന്നുകിൽ 2 തരം ആൾക്കാരുണ്ട് കേട്ടോ നമ്മളെ നോർമൽ ലൈഫിൽ കാണുന്ന. ഒരാള്, ഒരു ഗ്രൂപ്പ് ഓഫ് ആള് നമ്മൾ എന്ത് ചെയ്താലും എന്ത് എവിടെ എന്ത് പറയുന്ന ഒരു നെഗറ്റീവ്. സെക്കൻഡ് ടൈപ്പ് ഓഫ് ആളുണ്ട്. നമ്മൾ എന്ത് ചെയ്താലും നീ അടിപൊളിയല്ലേ, നീ ഒരു മുത്തല്ലേ, നീ തന്നെയാണ് ബെസ്റ്റ്, തീർന്നു. 2 ആൾക്കാരാ. ഇവർ 2 ആളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ശരിക്കും നമുക്ക് വേണ്ടത് ആരാണോ നമുക്ക് കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് തരുന്നത്, ആരാണോ നമ്മളെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു വിജയം കാണുമ്പോൾ സന്തോഷിക്കുന്നത്, ആരാണോ നമ്മൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നത്, അങ്ങനത്തെ കുറേ ആൾക്കാരെ ആയിരിക്കും നമ്മളെ നെറ്റ്വർക്കിൽ നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടത്. ഒരുപാട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു വലിയൊരു നെറ്റ്വർക്ക് എപ്പോഴും നമ്മൾ ബിൽഡ് ചെയ്ത് വെക്കണം. കാരണം അവരാണ് നമ്മളുടെ ബാക്ക് ബോൺ. നമ്മളിനി കുറച്ച് ഡൗൺ ആകുമ്പോഴും, കാരണം ലൈഫല്ലേ, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പോകുന്നു, അപ്പം നമ്മൾ ഡൗൺ ആകുമ്പോഴും നമുക്കൊന്ന് ബാക്കിൽ സപ്പോർട്ട് ചെയ്ത് തരാൻ ഇതുപോലെ കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക്, നമ്മളുടെ കൂടെ നമ്മളുടെ വിജയത്തിൽ സന്തോഷിക്കുന്നവരും നമ്മൾ പറയുന്നത് ശ്രദ്ധാപൂർവം കേൾക്കുന്നവരും, ഇങ്ങനത്തെ കുറച്ച് പേരെ നമ്മളുടെ നെറ്റ്വർക്ക് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കണം.
അത് ഒരിക്കലും നമ്മളെ ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ്, എനിക്ക് ഫേസ്ബുക്കിൽ 5000 ഫ്രണ്ട്സ് ഉണ്ടല്ലോ എന്നിട്ട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ടത് നല്ല ഫ്രണ്ട്സിനെയാണ്, നല്ലൊരു കൂട്ടായ്മയാണ്. ദാറ്റ് ഈസ് സ്റ്റെപ്പ് നമ്പർ 7, ബിൽഡ് യുവർ നെറ്റ്വർക്ക്. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്പർ 8, കീപ് ചെക്കിംഗ് ഓൺ യുവർ സെൽഫ്. നമ്മളൊരു മാറ്റം കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു പോകുന്നുണ്ടാവും. ഓക്കെ, അപ്പോഴും നമ്മൾ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. നമ്മൾ ഈ പോകുന്നുണ്ട്, ഞാൻ കുറെ കോഴ്സസ് ഒക്കെ ചെയ്യുന്നുണ്ട്, ഞാൻ വെറുതെ പൈസ കൊണ്ട് കളയുകയാണോ അതോ ഞാൻ എന്തെങ്കിലും ഗെയിൻ ചെയ്യുന്നുണ്ടോ? ഞാൻ എന്തിനാണ് ഈ കോഴ്സ് ചെയ്യുന്നത്? അതിന്റെ പർപ്പസ് എന്താണ്? ഞാൻ ഈ കോഴ്സിൽ ജോയിൻ ചെയ്തിട്ട് ഞാൻ ഇവർ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടോ? കുറേ കാര്യങ്ങൾ, ഞാൻ ഇത് മേലോട്ട് തന്നെയാണോ പോകുന്നത്? അങ്ങനെ നിങ്ങൾ നിങ്ങളെ അനലൈസ് ചെയ്യണം. ഒന്നും കൂടി ഒന്ന് ബാക്കോട്ട് തിരിഞ്ഞു നോക്കണം, നിങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, ഡെയിലി ഞാൻ ഭയങ്കര ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ ലക്ഷ്യത്തിലേക്ക് തന്നെയാണോ പോകുന്നത് എന്ന് നോക്കണം. ഓക്കെ, എന്ന് വെച്ച് ഒരു ഗോളും സെറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ അഹോരാത്രം പണിപ്പെടും എന്നൊന്നും പറയണ്ട. സെൽഫ് കെയറും സെൽഫ് കമ്പാഷനും എപ്പോഴും ഉണ്ടാവണം. നിങ്ങൾ നിങ്ങളോട് കൈൻഡ് ആയിട്ട് തന്നെ ഇരിക്കണം. നിങ്ങളുടെ ശരീരം എന്താണോ പറയുന്നത് നിങ്ങൾ അത് അനുസരിച്ച് കൊണ്ട് തന്നെ നിങ്ങളിൽ മാറ്റം കൊണ്ടുവരണം. അല്ലാതെ എനിക്കൊരു മാറ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഡോണ്ട് ഹാം യുവർ ബോഡി. ഓക്കെ, എപ്പോഴും മനസ്സിലുണ്ടാവുക, നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, മിസ്റ്റേക്സ് ഒക്കെ വരും, ഇറ്റ്സ് ഓക്കെ. ക്ലിയർ ആക്കുക, മുന്നോട്ട് പോവാം. ക്ലിയർ ആക്കുക, മുന്നോട്ട് പോവാം. ഓക്കെ, മിസ്റ്റേക്സ് വരുമ്പോൾ ഇറ്റ്സ് ഓക്കെ, ക്ലിയർ ഇറ്റ്, ഫൈൻഡ് ദ സൊല്യൂഷൻ, മുന്നോട്ട് പോവാം. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൻലി നമ്മളിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട 8 സ്റ്റെപ്പുകളാണ്. ഫസ്റ്റ് വൺ, സ്റ്റാർട്ട് വിത്ത് റിഫ്ലക്ഷൻ. സെക്കൻഡ് വൺ, എക്സാമിൻ യുവർ വാല്യൂ സിസ്റ്റം, നമ്മളെ കോർ വാല്യൂ. തേർഡ് വൺ, റീറൈറ്റ് യുവർ ഗോൾ. ഫോർത്ത് വൺ, കറേജ് വേണം ആ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫിഫ്ത്ത്, നമ്മൾ തന്നെ ആക്ഷൻ എടുക്കാൻ തുടങ്ങണം. ആറാമത്തത്, നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു കോച്ചിനോ മെൻറ്ററോ നമ്മൾ കണ്ടെത്തണം. സെവൻത്ത്, നമുക്കൊരു നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കണം. എയ്ത്ത് വൺ, ചെക്ക് യുവർ സെൽഫ്, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നതെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ നമ്മൾ ഇവിടെയുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മളുടെ 2 കോഴ്സുകളാണ് ഇപ്പോൾ കറൻ്റ്ലി നടക്കുന്നത് കേട്ടോ. ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, ദാറ്റ് ഈസ് റെറ്റോറിയസ് പബ്ലിക് സ്പീക്കിംഗ് കോഴ്സ്. അത് ത്രൂ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഫിയർ ഒക്കെ മാറ്റി നിങ്ങളെ ഒരു കോൺഫിഡൻസ് സ്പീക്കറാക്കി മാറ്റുക, ഒരു കോൺഫിഡൻസ് ഉള്ള വ്യക്തി. കാരണം പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് നിങ്ങൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ കോൺഫിഡൻറ്റ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുക. നിങ്ങൾക്ക് PTA മീറ്റിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നിട്ട് പറയായിരുന്നു, ആ ആറ്റിറ്റ്യൂഡൊക്കെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞു, ആ സിറ്റുവേഷനിൽ നിങ്ങൾ എത്തിക്കാൻ പറ്റും. അതേപോലെ നിങ്ങളെ ഒന്ന് അടിമുടിയായിട്ട് മാറ്റിയെടുക്കുന്നതാണ് മറ്റേ കോഴ്സ്, വിച്ച് ഇസ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സ്. അതിൽ നിങ്ങളെ ഇന്നർ ചൈൽഡ് ഹീൽ ചെയ്ത് നിങ്ങൾ എന്താണോ, നിങ്ങൾ ഏത് രീതിയിലാണോ മുന്നോട്ട് പോകേണ്ടത്, അങ്ങനെ 9 ക്രിട്ടിക്കൽ ഏരിയാസ്, നിങ്ങളുടെ ലൈഫിലെ 9 ക്രിട്ടിക്കൽ ഏരിയാസിനെ അനലൈസ് ചെയ്ത് അതിന് ബേസ് ചെയ്ത് ഗോൾ സെറ്റ് ചെയ്ത് നിങ്ങൾ കൊണ്ടുവരാൻ വിചാരിക്കുന്ന മാറ്റമില്ലേ, ആ മാറ്റം ഈ കോഴ്സ് നിങ്ങൾ കൊണ്ടുവരും. കാരണം എന്താ, രാവിലെ 5:30 മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാം. നമ്മൾ സേവേഴ്സും മെഡിറ്റേഷനും ഒക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യാം. അതൊരു ശീലമായി കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം, അത് മാത്രം മതി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൺ ദാറ്റ് നോട്ട്, നിങ്ങളൊക്കെ റെഡി ആണോ മാറാൻ വേണ്ടിയിട്ട്? റെഡി ആണോ? യെസ്? ഉറങ്ങിപ്പോയോ എല്ലാവരും? യെസ്. ഓൺ ദാറ്റ് നോട്ട്, താങ്ക് യു സോ മച്ച് ഡിയർ. ഇന്ന് ചെറിയൊരു തൊണ്ടകുത്തൽ. ഐ ഹോപ്പ് ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. യെസ്, നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ടൈപ്പ് ഓഫ് മാറ്റങ്ങളാണ് കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്? നമുക്കൊരു 9 മണി വരെ എന്തായാലും ഒന്ന് ചർച്ച ചെയ്യാം.
ഒരു മാസ്റ്റർ മൈൻഡ്. എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരണമാണോ നിങ്ങൾ? തടി കുറക്കാൻ എന്താ ചെയ്യുക? അതാണോ നിങ്ങൾ വിചാരിച്ച മാറ്റം? യെസ്, അതൊരു നല്ല കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കണം. അത് വേറെ ആരും പറയണ്ട കേട്ടോ. കാരണം എന്നോട് കുറേ പേര് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ എനിക്കൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൻസർ മാത്രമേ മറ്റുള്ളവർ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്താണോ അക്സെപ്റ്റബിൾ അത് നിങ്ങൾ കണ്ടെത്തണം. അടിപൊളി, രണ്ടാളുണ്ടല്ലോ ഇവിടെ. അപ്പൊ ഒരു കാര്യം ചെയ്യും, സൗദ മാം ഷാഹിദ മാമായിട്ട് ഒന്ന് കണക്ട് ചെയ്യൂ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് കണക്ട് ചെയ്താൽ നിങ്ങളുടെ സൊല്യൂഷൻ ശരിയാവുമല്ലോ. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യാട്ടോ. ദാറ്റ്സ് എ പവർ ഓഫ് കമ്മ്യൂണിറ്റി. കണ്ടോ, ഇവിടെ തന്നെ ലൈവായിട്ട് നിങ്ങൾക്ക് കിട്ടുക. എനിക്കൊരു സംഭവം വേണം, അത് മറ്റൊരാള് എനിക്ക് പറഞ്ഞുതരാൻ പോവാ. ദേഷ്യം കുറക്കണം, ടെൻഷൻ കുറക്കണം. യെസ്, അതൊക്കെ നമ്മളുടെ ഒരു ഗോളായിട്ട് സെറ്റ് ചെയ്യുക. നമ്മൾ ഒരു മാറ്റം കൊണ്ടുവരണം. അപ്പൊ ദേഷ്യം കുറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദേഷ്യം കുറക്കണമെങ്കിൽ വൺ ഓഫ് ദ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞത്, റെസ്പോണ്ട് ചെയ്യാൻ നോക്കുക. ദേഷ്യം വരുമ്പോൾ ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുക, എന്തിനാ ഇപ്പൊ എനിക്ക് എന്തിനാ ഇപ്പൊ ഈ ദേഷ്യം വന്നേ? ഇവിടെ എന്ത് സംസാരിക്കുമ്പോഴാണ് എനിക്ക് അങ്ങനെ തോന്നിയത്? എന്താ ഇതിന്റെ ട്രിഗറിങ് പോയിന്റ്? എന്ത് സംഭവിക്കുമ്പോഴാണ് എനിക്ക് ദേഷ്യം വരുന്നത്? എനിക്ക് ദേഷ്യം വരുമ്പോൾ എൻ്റെ ശരീരത്തിൽ എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഹാർട്ട് ഇങ്ങനെ പടപടാന്ന് അടിക്കുകയാണോ, അതോ എൻ്റെ ബ്രീത്തിങ്ങിൽ എന്തോ വ്യത്യാസം? എങ്ങനെയാണ് എൻ്റെ ബോഡി അതിന് റിയാക്ട് ചെയ്യുന്നതൊക്കെ ഒന്ന് ചിന്തിക്കാം. യെസ്, ആൻസൈറ്റി കൂട്ടണോ? സ്വയം കുറക്കാൻ ഹലോ മാം. യെസ് മാം, എന്റെ ഗോള് എന്ന് പറയുന്നത്, ഒരു ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ EFT ചേർന്നത് പോലും എനിക്ക് ഒരു സംശുദ്ധത വേണം. അതായത് എല്ലാ മേഖലകളിലും ഒരു സംശുദ്ധമായ ജീവിതം ജീവിക്കണം എന്നുള്ളതാണ്. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിലും അങ്ങനെ ഒരു എന്നുവെച്ചാൽ നമ്മള് പരിപൂർണത അങ്ങനെ നമുക്ക് പറ്റത്തില്ല. പരിപൂർണൻ പടച്ച റബ്ബാണല്ലോ. നമുക്ക് നമ്മുടേതായ ചില മനുഷ്യന്മാരാണ്. അതെ അതെ അതെ. എന്നിരുന്നാലും എല്ലാ മേഖലകളിലും ഒരു സംശുദ്ധത വരണം എന്നുള്ളതാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. വെരി നൈസ്. അതിനുവേണ്ടി മാം എന്താണ് സ്റ്റെപ്പ് എടുത്തത്? ഞാനിപ്പോ EFTയിൽ ചേർന്നതിന് ശേഷം മാക്സിമം ഓരോ കുടുംബ ബന്ധങ്ങളിലായിരുന്നാലും എല്ലാ മേഖലകളിലും അത് ഞാനിങ്ങനെ കൊണ്ടുവരാൻ പരിശ്രമിക്കുന്നുണ്ട് മാം. പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മൾ മനുഷ്യരല്ലേ, ഇടയ്ക്ക് ഡൗൺ ആവുന്നുണ്ട്. പക്ഷെ അവിടെ വീണ്ടും അവയർനെസ് കൊടുത്തുകൊണ്ട് വീണ്ടും മുകളിലായിട്ട് വരുന്നുണ്ട്. അൽഹംദുലില്ലാ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ സ്പിരിച്വാലിറ്റി മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുടുംബബന്ധം, സ്പിരിച്വാലിറ്റി, ഹെൽത്ത്, എല്ലാ മേഖലകളിലും നമ്മളപ്പോ അതാണല്ലോ നമുക്ക് വേണ്ടുന്നത്. അതാണ് എന്റെ ആത്യന്തികമായ ലക്ഷ്യം. അതാ പറഞ്ഞത്, നമ്മളെ ട്രാൻസ്ഫോർമേഷൻ കോഴ്സിൽ നമ്മൾ 9 ഏരിയാസും കവർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് അതാ. അതിൽ നമ്മളുടെ ഹെൽത്ത്, നമ്മളെ കരിയർ, നമ്മളെ ബിസിനസ്, നമ്മളുടെ ലൈഫ്, പേഴ്സണൽ ലൈഫ്, നമ്മളെ സ്പിരിച്വൽ ലൈഫ്, നമ്മളുടെ കോൺട്രിബ്യൂഷൻ സൈഡ്, അങ്ങനെ ഒരുപാട് ഫൺ ആൻഡ് റിക്രിയേഷൻ, എല്ലാ ഏരിയാസും നമ്മൾ അനലൈസ് ചെയ്യാം. ഓരോന്ന് ഇവിടെ കോഴ്സ് ചെയ്തവരുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞുതരാൻ പറ്റും. ഓരോന്ന് എടുത്തിട്ട് നമ്മളിങ്ങനെ അനലൈസ് ചെയ്യും. ഓരോന്നിലും നമ്മൾ ഗോൾ ഇങ്ങനെ സെറ്റ് ചെയ്യും. ചില സമയത്ത് നമ്മൾ ചിലതിൽ ഭയങ്കര അടിപൊളിയായിരിക്കും. അതായത് ഹെൽത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ടാവും. ഫാമിലി റിലേഷൻഷിപ്പിലൊന്നും നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. ചിലവർ ഫാമിലിക്ക് ഭയങ്കര ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും, സ്വന്തം ഹെൽത്തിന് ഒട്ടും ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇതൊക്കെയാണ് ഈ കോഴ്സിൽ നമ്മൾ ഓരോ ഏരിയയിലും ഗോൾ സെറ്റ് ചെയ്യുക. നമ്മൾ ഇന്ന് എവിടെയാ കിടക്കുന്നത്, ഇതിനെ എങ്ങനെ വളർത്തിയെടുക്കാം, അതാണ്. ആ രീതിയിലാണ് നമ്മളെ ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് നടക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇവിടെ റസീന മാം ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മളെ നമ്പറും ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ. നമ്മളെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ, കമ്മ്യൂണിക്കേഷന് വേണമെങ്കിൽ കമ്മ്യൂണിക്കേഷൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടോട്ടൽ ട്രാൻസ്ഫോർമേഷൻ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനെ കുറിച്ചിട്ടും എന്തിനെ കുറിച്ചിട്ടും. അപ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ കോഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി നമ്മൾ ഇതേപോലെ ഞാൻ പറഞ്ഞില്ലേ, ഹൗ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ ഇങ്ങനെ ഡെയിലി എഴുതിക്കൊണ്ടിരിക്കുമ്പം ആ മൈൻഡ് ഷിഫ്റ്റ് ചെയ്തത്. ഹൗ ടു ഷിഫ്റ്റ് യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡ് അവിടെ ഷിഫ്റ്റ് ആയി പോകും. കാരണം നിങ്ങളെ കണ്ടെത്താൻ പോവാം. നമ്മളിൽ ഒരു സെൽഫ് അവയർനെസ് ഉണ്ടാക്കാൻ പോവാം. വാട്ട് ആം ഐ, ഞാൻ എന്തിനാ ഈ ലോകത്ത് ജനിച്ച്, നമ്മളെ പർപ്പസ് എല്ലാം കണ്ടെത്താൻ പോവാം. ഓക്കെ, അപ്പോൾ എന്തുണ്ടെങ്കിലും
നമ്മളെ ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യാം കേട്ടോ ആ നമ്പറിൽ. സീനത്ത് മാം എന്തോ പറയുന്നുണ്ടോ? ഹാ മാം, എനിക്ക് പറയാണ്ട്. പറയൂ. ഞാന് ഗിൽജ കമ്പനിയില് 3 വർഷത്തുനിന്ന് സിസി വർക്ക് ചെയ്യുന്നുണ്ട് മാം. എനിക്ക് മലയാളം സംസാരിക്കാൻ അറിയില്ല പറഞ്ഞിട്ട് ഞാൻ വന്നതാണ് ഇവിടെ വിക്ടോറിയയില്. അൽഹംദുലില്ലാ ലാസ്റ്റ് ഇയർ 2023 റസീന മാം പറഞ്ഞിരുന്നു ഗോൾ സെറ്റ് ചെയ്യണം. എന്റെ മോനായി ഓഗസ്റ്റ് 2 ആയത്. മാം ഞാന് ഹൗസ് വൈഫാണ്. എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ പേഴ്സണൽ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ബട്ട് കല്യാണം അടിപൊളിയായി മാം. ഞാൻ എന്റെ മൈൻഡിൽ വിഷ്വൽ ചെയ്തതിനെ കാട്ടി അപ്പുറം നടന്നു. പിന്നെ മലയാളം ഇംഗ്ലീഷ് എല്ലാം ഞാൻ ഇംപ്രൂവ് ചെയ്യുന്നുണ്ട് മാം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈല മാം ആൻഡ് റസീന മാം. അവര് ഫുള്ള് പുഷ് ചെയ്തിട്ട്, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ ഇരിക്കുന്ന ആളൊന്നല്ല മാം. ഞാന് ക്യാമറയിൽ വരൂലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്റെ വീട്ടിൽ പെർമിഷൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനൊക്കെ പറഞ്ഞ ഓരോ റീസൺ പറഞ്ഞ ഞാൻ പിന്നാലെ ആയിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ അടിപൊളി ജീവിതം. അൽഹംദുലില്ലാ. അപ്പൊ മാമിന്റെ ഒരു മാറ്റം മാം കൊണ്ടുവന്നു അല്ലെ? മാമിൽ നിന്ന് ഒരു പടി മേലെയുള്ള സീനത്തിലേക്ക് എത്തി അല്ലേ? ഷുവർ മാം, ഷുവർ. യെസ്, അതാണ്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈല മാം ആൻഡ് റസീന മാം ഫുള്ള് പുഷ് ചെയ്തിട്ടാണ് വെരി 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 പറഞ്ഞിട്ട് റിയലി ഗ്രേറ്റ് മാം. ഞാൻ എന്റെ ഫുൾ ബെനിഫിറ്റ്സ് നിങ്ങൾക്കാ തരുന്നു. ഞാൻ ജോയിൻ ചെയ്യാനും കാരണം അതന്നെ. കുറേ സ്റ്റോറീസ് എല്ലാം അറിയാം മാം. ഇംഗ്ലീഷ് ആണോ മലയാളം ആണോ എല്ലാം മിക്സ് ആയി പോകും. പക്ഷെ കേരളയില് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോ അവരിതെന്താ സംതിങ് ദേ ഫീൽ സംതിങ്. അപ്പൊ അൽഹംദുലില്ലാ ഐ എം എ മലയാളി. വീണ്ടും മലയാളം അൽഹംദുലില്ലാ പഠിക്കാൻ എല്ലാത്തിനും മാഷാഅല്ലാഹ് മലയാളം സംസാരിക്കുന്നതിന് പഠിക്കുന്നുണ്ട്. റിയലി ഗ്രേറ്റ് മാം. ഓൾ ബെനിഫിറ്റ് ഫോർ യു. താങ്ക്സ് ടു അല്ലാഹ്. താങ്ക് യു സോ മച്ച് മാം. മാം ആ ടാസ്കുകളൊക്കെ ചെയ്യാൻ കാണിച്ച എനർജി. കാരണം ആദ്യം തന്നെ മാം വന്നിട്ട് നമ്മളോട് പറഞ്ഞത്, അയ്യോ ക്യാമറയിലോ ഞാനിരിക്കൂല, ഞാൻ ക്യാമറയിൽ വരേയില്ല. നമ്മൾ വിചാരിച്ചു എങ്ങനെയാ ഫോഴ്സ് ചെയ്യുക? ഇപ്പൊ ഒരാളുടെ എന്താ പറയാ, നമ്മളുടെ ഈ കോർ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ അതായിട്ടായിരിക്കുമോ? പോട്ടെ, സാരില്ല. പിന്നെ സ്ലോലി നമ്മളിങ്ങനെ ചോദിക്കാൻ തുടങ്ങി, മാം എന്താണ് 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 ചോദിക്കാൻ തുടങ്ങിയപ്പോഴല്ലേ ആള് പുലിയാണെന്ന് നമുക്ക് മനസ്സിലായത്. ആള് പിന്നെ നമ്മൾ ക്യാമറ ഓഫ് ചെയ്തോ മാം എന്ന് പറഞ്ഞാൽ പോലും ഓഫ് ചെയ്യാത്ത ആളായി മാറി. അത്രയും അടിപൊളിയായി. സൂപ്പർ. സോ ഹാപ്പി ഫോർ യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? റഹന മാം, ഹൗ ആർ യു? ഫൈൻ മാം, ഫൈൻ. അൽഹംദുലില്ലാ, സൂപ്പർ ആയിട്ട് പോകുന്നു. ഇന്നത്തെ സെക്ഷൻ സൂപ്പർ ആയിരുന്നു കേട്ടോ. പൊളിയാ സെക്ഷൻ. പിന്നെ ഇടക്ക് സ്റ്റക്ക് ഉണ്ട്, എന്നാലും റെക്കോർഡ് എടുത്ത് കേൾക്കും ഇൻഷാല്ലാ. അപ്പോ നമുക്ക് വേറെ ഒന്നും ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മൺഡേ, തിങ്കളാഴ്ച ഒരു സെഷൻ വരുന്നുണ്ട്. ഇതേപോലെ 8 മണിക്കായിരിക്കും. നമ്മളുടെ റെറ്റോറിയ പബ്ലിക് സ്പീക്കിംഗ് ത്രൂ കടന്നു പോയ ബാച്ച് 6 സ്റ്റുഡൻസ് ആണ് വരുന്നത്. അവരെല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? കട്ടൊക്കെ ഉണ്ടാവണം കേട്ടോ. അവര് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെബിനാർ ഒക്കെ സംഘടിപ്പിക്കാൻ പോകുന്നത്. ടോട്ടലി വെരി വെരി കട്ട വെയിറ്റിംഗ് എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം മൺഡേ സെഷനില്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇന്നത്തെ സെഷനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നിങ്ങൾ റെഡി ആണോ നിങ്ങൾ മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട്? യെസ്. സൂപ്പർ. ഓൺ ദാറ്റ് നോട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? മൺഡേ കാണാം ഇൻഷാല്ലാ. ഹാവ് എ സൂപ്പർ വീക്കെൻഡ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ കോഴ്സിലുള്ളവർ നാളെ രാവിലെ 5:30 കയറണേ, രാവിലെ മെഡിറ്റേഷന്. ഡോണ്ട് ഫോർഗെറ്റ്. ടാറ്റ ബൈ. താങ്ക് യു.